ബി.ജെ.പിയുമായി എന്നും ഡീൽ കോൺഗ്രസിനാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M.V. ജയരാജൻ. CPM-നെ വേട്ടയാടുന്ന പാർട്ടിയാണ് എന്നും ബി.ജെ.പി. ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് കോൺഗ്രസ് നിരന്തരം ഡീൽ ആരോപണമുയർത്തുന്നത്. തളിപ്പറമ്പിൽ LDF-ന് ഒരു ഭീഷണിയുമില്ല. പേരാവൂരും ഇത്തവണ പിടിച്ചെടുക്കുമെന്ന് M.V. ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു. UDF അധികാരത്തിൽ വന്നാൽ 3000 രൂപ പെൻഷൻ നൽകുമെന്ന് KC വേണുഗോപാൽ പറയുന്നത് വലിയ തമാശയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M.V. ജയരാജൻ പറഞ്ഞു. പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണെന്ന് പറഞ്ഞവരാണ് ഇത് പറയുന്നത്. UDF വന്നാൽ പെൻഷൻ ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ 3000 രൂപ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെൻഷൻ നൽകുമെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. ഇത് ഈ കാലത്തെ ഏറ്റവും വലിയ തമാശയാണ്. AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 32 മാസവും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 18 മാസവും പെൻഷൻ കുടിശ്ശിക വരുത്തിയവർ പെൻഷൻ കൈക്കൂലിയാണെന്ന് പറഞ്ഞ അതേ ആള് ഞങ്ങൾ വന്നാൽ 3000 രൂപ കൈക്കൂലി കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന കൈക്കൂലി 3000 എന്നാണോ ഈ നാട്ടിലെ പെൻഷൻ വാങ്ങുന്നവർ കരുതേണ്ടത്? ഇടതുപക്ഷത്തിന്റെ സമീപനം പെൻഷൻ ഔദാര്യമല്ല, കൈക്കൂലിയുമല്ല, അവകാശമാണ് എന്നാണ്. UDF വന്നാൽ പെൻഷൻ ഉണ്ടാവില്ല എന്നതാണ് യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായി എത്തിയവർ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്നും M.V. ജയരാജൻ ആരോപിച്ചു. കണ്ണൂർ ജില്ലയിൽ LDF പ്രചരണ ബോർഡുകൾ വ്യാപകമായി നീക്കുകയാണ്. പിണറായി വിജയന്റെ ചിത്രമുള്ള ബോർഡുകളാണ് നീക്കാൻ ആവശ്യപ്പെടുന്നത്. അതേസമയം BJP ബോർഡുകൾക്ക് പ്രശ്നവുമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളത്തിലേക്ക് അയച്ച നിരീക്ഷകരിൽ ചിലർ രാഷ്ട്രീയ നിരീക്ഷകരായി മാറുകയാണെന്നും M.V. ജയരാജൻ ആരോപിച്ചു. അവർ നീക്കം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണ ബോർഡ് ഇതാണ്. അതിൽ പിണറായി വിജയന്റെ ചിത്രം, വയനാടിനോട് വാക്ക് പാലിക്കാൻ മറ്റാരുണ്ട് LDF അല്ലാതെ, വോട്ട് ഫോർ LDF. ഇത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്ത് അനുമതി വാങ്ങി സ്ഥാപിച്ചതാണ്. ഇതിലെന്താണ് പെരുമാറ്റച്ചട്ടം? ഇത് BJP സ്ഥാപിച്ച ഒരു പ്രചരണ ബോർഡാണ്. ഇതും സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ്. മാറാത്തത് മാറും. ഇനി കേരളം വളരും. BJP NDA. ഇതിൽ മോഡിയുടെ ചിത്രം, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവരുടെ ചിത്രം. ഇത് മാറ്റാൻ നിർദ്ദേശമില്ല. ഇത് UDF-ന്റെ ബോർഡാണ്. കേരളം ജയിക്കും, UDF നയിക്കും. ഇതും ഹോർഡിങ്സ് ആണ്. ഇത് മാറ്റാൻ ഉത്തരവില്ല. ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലേക്ക്, കണ്ണൂരിലേക്ക് നിയോഗിച്ച നിരീക്ഷകരിൽ ചിലർ രാഷ്ട്രീയ നിരീക്ഷകരാണ്. തളിപ്പറമ്പിൽ LDF-ന് ഒരു ഭീഷണിയുമില്ല. തളിപ്പറമ്പ് ഉൾപ്പെടെ സിറ്റിംഗ് സീറ്റുകളെല്ലാം നിലനിർത്തും. പേരാവൂർ പിടിച്ചെടുക്കുകയും ചെയ്യും. അല്ല, തളിപ്പറമ്പ് ഉൾപ്പെടെ ഇടതുപക്ഷം ജയിക്കും. തളിപ്പറമ്പ് ഉൾപ്പെടെ കേരളത്തിൽ, കണ്ണൂരിൽ നിലവിൽ ഇടതുപക്ഷം വിജയിച്ച സീറ്റുകൾ ജയിക്കും. അതോടൊപ്പം പേരാവൂർ കൂടി ജയിക്കും. TK ഗോവിന്ദന്റെ ഭാര്യ പാർട്ടിയല്ല എനിക്ക് ചോറ് തന്നത് ഗോവിന്ദൻ മാഷാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് പാർട്ടി ഓഫീസിൽ നിന്ന് കഞ്ഞി കുടിച്ച കാര്യം സൂചിപ്പിച്ചത്. നാടിന്റെ വികസനം യാഥാർത്ഥ്യമാകണമെന്ന് കരുതുന്ന സാധാരണക്കാർ വർഗവഞ്ചകരെ പിന്തുണയ്ക്കില്ല. സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കിയല്ല തെരഞ്ഞെടുപ്പ് പോരാട്ടം. വ്യക്തികൾക്കല്ല വോട്ട്. മുന്നണിക്കും അതിന്റെ നയങ്ങൾക്കും വേണ്ടിയാണ്. താനിപ്പോഴും കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് UDF-നൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയല്ല കമ്മ്യൂണിസ്റ്റ് രീതിയെന്നും TK ഗോവിന്ദനെ സൂചിപ്പിച്ച് M.V. ജയരാജൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.